അങ്ങനെ ഈ വർഷത്തെ വിഷു എത്തിയില്ലേ? ഇന്ന് ചെറിയൊരു വിഷു ആഘോഷമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. രാവിലെ തന്നെ കണി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറുതായിട്ടാണ് കേട്ടോ കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഈ കൃഷ്ണൻ നമ്മൾ വാങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പണ്ട് വാങ്ങിയതാണ്, വീട് പണിഞ്ഞ ആ സമയത്ത് വാങ്ങിയതാണ്. നമ്മൾ റീയൂസ് ചെയ്യാണ് ചെയ്യുന്നത് പെയിന്റ് അടിച്ചിട്ട്. പിന്നെ രാവിലെ തന്നെ വിഷുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. ഒന്ന് മധുരം ഉള്ളതും ഒന്ന് മധുരം ഇല്ലാത്തതും. എനിക്ക് തോന്നുന്നു തൃശ്ശൂരും പിന്നെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ ഈ വിഷുക്കട്ടാന്ന് തോന്നുന്നു. ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല മാങ്ങക്കറിയാണ് കേട്ടോ. ചിലര് ശർക്കരപ്പാനിയും യൂസ് ചെയ്തിട്ട് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് കൂടുതലും ഈ മധുരം ഇട്ടുള്ള വിഷുക്കട്ടയാണ് ഇഷ്ടം. മധുരത്തോട് പൊതുവേ എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ ഈ വിഷുക്കട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പൊതുവെ എല്ലാ വീട്ടിലും തന്നെയായിരിക്കും. പിന്നെ വിഷുവിന് നമ്മൾ ഏത് വീട്ടിൽ ചെന്നാലും ഒരു പീസ് വിഷുക്കട്ട കഴിക്കാണ്ട് നമുക്ക് അവിടുന്ന് പോരാൻ പറ്റില്ല. സത്യം പറഞ്ഞാല് വിഷുവിന് വിഷുക്കട്ട കഴിച്ച് തന്നെ നമ്മുടെ വയറ് നിറയും. നല്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മാങ്ങക്കറിയാണേ. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ. അച്ഛനും അമ്മയും ഞാനും എല്ലാം ചേർന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഈ ഫോട്ടോസ് എല്ലാം നമുക്ക് എപ്പോഴും മെമ്മറി ആയിട്ട് വെക്കാൻ പറ്റുന്നത്. ഇതിപ്പോ ഓണത്തിനായാലും വിഷുവിനായാലും ക്രിസ്മസിനായാലും എന്തിനായാലും നമ്മളിങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്ത് സൂക്ഷിക്കും കേട്ടോ. അങ്ങനെ ഉച്ചയായപ്പോ ഊണ് കഴിച്ചു. വിഭവസമൃദ്ധമായിട്ടുള്ള ഊണൊന്നുമല്ല, എങ്കിലും കുറച്ച് കറികളും ഒക്കെ ആയിട്ടുള്ള ഊണായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് ഊണ് കഴിച്ചു. ഇങ്ങനെ എന്തെങ്കിലും ദിവസം വരുമ്പോഴായിരിക്കും എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഊണ് കഴിക്കുന്നത്. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ. പിന്നെ നല്ല ഉറക്കമുറങ്ങി. പിന്നെ നൈറ്റ് ആയപ്പോൾ നമ്മൾ പടക്കം എല്ലാം പൊട്ടിച്ചു കേട്ടോ. ബാക്കി കുറെ പടക്കവും മത്താപ്പവും തലച്ചക്രവും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കത്തിച്ച് തീർത്തു. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് ഈ വർഷത്തെ വിഷു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വിഷു എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വിഷു ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത വിഷുവിനും നമുക്ക് ഇതേപോലെ അടിച്ചു പൊളിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.